വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ 16ഓളം കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. വിദേശത്ത് ജോലി ചെയ്ത ഒരു ഭവനം ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ നമുക്കറിയാം. ദിവസം പോലും താമസിക്കാൻ പോലും സാധിക്കാത്ത ഒരു ഡിവൈഎഫ്ഐക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൗഫലിന്റെ ഭവനത്തിലാണ് അന്ന് രാവിലെ മന്ത്രി കെ രാജൻ വന്ന് ടേബിൾ ഇട്ട് മുകളിലേക്ക് കയറി ഉരച്ചു നോക്കി പരിശോധിച്ചത്. മന്ത്രി രാജൻ പറഞ്ഞത് ചോർച്ചയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉറച്ചു നോക്കി ചോർച്ചയില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് ആണോ ഈ കേരളത്തിന്റെ മന്ത്രി എന്ന് പറയുന്നത്? എൻ്റെ സുഹൃത്തൊന്നല്ല, കോൺഗ്രസ്സുകാരനുള്ള ജനീഷ് മനസ്സിലാക്കാൻ, ഓട്ടയുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് ഒരു ബ്ലാക്ക് ഒരു കളറായിരുന്നു. അതാണ് വിള്ളൽ, ഓട്ടയല്ല വിള്ളലുണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് ഒരു ബ്ലാക്ക് കളറായിരുന്നു, ഒരു നീണ്ട വര. അത് പരിശോധിച്ചിട്ടാണ് മന്ത്രി രാജൻ കൃത്യമായിട്ടും പറഞ്ഞത് അവിടെ എന്തില്ല, അത് വിള്ളലല്ല ഒരു പേനയുടെ വരയാണെന്ന്. ഇതാണ് മന്ത്രി രാജൻ ചെയ്തത്. അത് ചെയ്തത് 100% ശരി എന്ന് തന്നെ പറയുള്ളൂ. കാരണം അത് ഏതെങ്കിലും ഒരാളുകൾക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കോൺഗ്രസ് വീട് എന്ന നിലയ്ക്കല്ല രാജ മിനിസ്റ്റർ അതിനെ കാണുന്നത്. ഗവൺമെന്റ് നിർമ്മിച്ചിറങ്ങുന്ന അതിഗംഭീരമായിട്ടുള്ള സുരക്ഷയുള്ള ഒരു ഭവനം നിലയ്ക്കാം. അങ്ങനത്തെ ഒരു ഭവനത്തിലേക്ക് എവിടെയെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയുകയാണെങ്കിൽ എഞ്ചിനീയർമാരോട് ചോദിച്ചു, സംശയമൊക്കെ നിവർത്തിച്ചതാണ്. എങ്കിലും ഇങ്ങനെ വലിയ വിള്ളലുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്ന വിള്ളൽ എന്താണെന്ന് പരിശോധിക്കേണ്ടത്. ഈ മണ്ണിൽ പണിയെടുത്ത് ഈ നടന്ന് പ്രവർത്തിച്ച് അധ്വാനശീലനായിട്ടുള്ള ആ മനുഷ്യൻ ചിലപ്പോൾ ബെഞ്ചിൻ്റെ മേലൊക്കെ കയറി നിൽക്കും. ചിലപ്പോൾ ഈ ചുളിയാത്ത കതറിട്ട് നടക്കുന്ന ആളുകൾക്ക് ആ കതർ ചുളിയുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ബെഞ്ചിന്റെ മുകളിലൊക്കെ കയറാൻ മടിയുമായിരിക്കും. അത്ര ആളുകളെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ടെക്നിക്കൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളാണ് പറയേണ്ടത്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ടെക്നിക്കൽ എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞു, അവിടെ ക്രാക്ക് ഉണ്ട്, വിള്ളലുണ്ട്, ലീക്കേജ് ഉണ്ടായിരുന്നു, ഞങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടുന്ന നടപടിക്രമങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ആളുകൾ പറഞ്ഞതിന് ശേഷമാണ് മന്ത്രി വന്ന് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്, ഉരച്ചു നോക്കുന്നത്, മഷിമാക്കുന്നത്. പേന കൊണ്ട് വരച്ചതുപോലെ 2 മാർക്ക് കാണാം. അത് വിള്ളലല്ല എന്നുള്ളതാണ് ഇവർ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെ നടുക്കാണ് വെള്ളം ലീക്ക് ചെയ്തതിന്റെ ഭാഗമായി അവിടെ ഇത്തരത്തിലൊരു വിള്ളൽ പോലെ രൂപപ്പെട്ട ഭാഗം ഉണ്ടായിരുന്നത്. അത് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 2 ഭാഗത്തും പേന കൊണ്ട് വരച്ചിരുന്നത്. ആ പേന കൊണ്ട് വരച്ച ഭാഗമാണ് മന്ത്രി കയറി സാൻഡ് പേപ്പർ കൊണ്ട് മാച്ച് കളഞ്ഞതും അല്ലെങ്കിൽ അവിടെ ലീക്കിലായെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. ശരിയാണ്, 100% ജനീഷ് പറഞ്ഞത് ശരിയാണ്. കാരണം ആ വരയാണ് വിള്ളൽ എന്ന രീതിയിലായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. മന്ത്രി ചെയ്തത് ആ വര വിള്ളലല്ല, അത് വെറും വരയാണെന്ന് തന്നെയാണ് മന്ത്രി അവിടെ പറയാൻ ശ്രമിച്ചതും. ഇനി അവിടെ ലീക്കേജ് ഉണ്ടോ? 100% ലീക്കേജ് ഉണ്ട്. അത് ഏത് സ്ഥലത്ത് ഏത് വലിയ ബിൽഡിംഗ് കിട്ടിക്കഴിഞ്ഞാലും ലീക്കേജ് ഉണ്ടായിരിക്കും. ഇനി ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റ് കെട്ടിക്കൊടുക്കുന്ന വീട്ടിലാണ് ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കെട്ടിക്കൊടുക്കുന്ന വീട്ടിലൊന്നും ഇത് ഉണ്ടാവില്ല. കാരണം ഒരൊറ്റ കല്ല് മാത്രം അവർ ഇട്ടിട്ടുള്ളൂ. അതിന്റെ മേലൊരു കല്ല് പോലും ഇവന്മാര് കൊണ്ടുപോയിട്ടിട്ടില്ല. കേൾക്കാം. അങ്ങനെ അദ്ദേഹം ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇത് ഇത്തരത്തിൽ കയറി പരിശോധന നടത്തിയത് ബോധ്യപ്പെടുത്താനാണെന്നുള്ളത്. ആരെ ബോധ്യപ്പെടുത്താനാണ്? ഏറ്റവും ചുരുങ്ങിയ വർഷം ബോധ്യപ്പെടുത്തേണ്ടത് നൗഫലിനെയാണ്. വസ്ത്രം നിലയ്ക്കാണ് നൗഫലിനെ ബന്ധപ്പെട്ടത്. നൗഫല് മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് കയറി കണ്ടു. പരിശോധിക്കാൻ ഞങ്ങൾ എക്സ്പെർട്സ് അല്ല. അദ്ദേഹത്തിന്റെ ആശങ്ക അവിടെ കേട്ടു. അദ്ദേഹം അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. മന്ത്രി വന്ന് എന്താണ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു. മാധ്യമങ്ങളെ കണ്ടപ്പോ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചു, അതായത് അവിടെ എത്തിയപ്പോൾ അബദ്ധവശാൽ നൗഫലിനെ കണ്ടു എന്നുള്ളതാണ്. അല്ലാതെ കഴിഞ്ഞ 8 വർഷമായിട്ട് ഇദ്ദേഹത്തിന്റെ പാർട്ടിയുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നൗഫലിനെ മനഃപൂർവ്വം പോയി കണ്ടതല്ല. ഏത് ആ വഴി പോകുമ്പോ നൗഫലിനെ കണ്ടു, അപ്പൊ വിളിച്ചാ വീട്ടിൽ കയറിയെന്നർത്ഥം. കൊള്ളാം. പോലെ തന്നെ നൗഫലിനോടും കാര്യങ്ങളെ പറ്റി ചോദിച്ചു. നൗഫൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ നൗഫൽ പറഞ്ഞ ഒരു പദമാണ് ഇവിടെ വലിയ രീതിയിൽ CPI-ക്കാരും AYF-കാരും DYF-കാരും CPI-മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മന്ത്രി കിളി പോയ പോലെ പെരുമാറി എന്ന് നൗഫൽ പറഞ്ഞു എന്നുള്ളതാണ്. അത് വളരെ മോശമായി പോയി എന്നൊക്കെ വലിയ രീതിയിൽ നൗഫലിനെതിരെ ആക്രമണം നടക്കുകയാണ്. നമുക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് പരനാറി എന്നും ചെറ്റത്തരമെന്നും ഒക്കെയുള്ള വലിയ പദപ്രയോഗം നടത്തിയ അപ്പൊ ജനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത 788 കോടി രൂപ കൈവശം വെച്ച് 2 വർഷക്കാലം കാലതാമസം വരുത്തി അവിടെ ഭവന നിർമ്മാണം നടത്തിക്കൊണ്ട് ഇപ്പോഴും പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, ഒരാൾക്ക് പോലും കൈമാറിയിട്ടുമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ ഡിവൈഎഫ്ഐക്കാരൻ എന്തിനാണ് ഇത്രമേൽ ചോദിക്കുന്നത്? നല്ല ചോദ്യം. ഗവൺമെന്റ് പൈസ പിരിച്ചെടുത്തിട്ടുണ്ടെന്നും അതിന് വീട് പണി നടക്കുന്നുണ്ട് എന്നെങ്കിലും ജനീഷുമാര് സമ്മതിച്ചല്ലോ.
ഇനി നമ്മുടെ നാട്ടുകാർ, ഞാനല്ല കേട്ടോ, നമ്മുടെ നാട്ടുകാർ മാന്യമര്യാദയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എത്ര തുക പിരിച്ചു? പിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ ഒരു ആപ്പ് അവിടെ, ഏത് ബാങ്ക് അക്കൗണ്ടിൽ? നിങ്ങൾ ഈ അടുത്ത കാലത്ത് വന്ന് പറഞ്ഞത് ആകെ 6 കോടി പിരിച്ചുള്ളൂ എന്നാണ്. അതിന് സ്ഥലം വാങ്ങിച്ചു അത്രേ. എന്നാലും ചോദിക്കുന്നത് ആ ആപ്പ് എവിടെ, കണക്കെവിടെ, പ്രിൻ്റ് ഔട്ട് കണക്കെവിടെ? ഏതെങ്കിലും നോട്ടീസിൻ്റെ പുറകിൽ 4 അക്ഷരം എഴുതി കൊടുക്കുന്നതല്ല ചോദിക്കുന്നത്, കൃത്യമായിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇതുവരെയും ആ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ താങ്കളെപ്പോലുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ്. എന്തായാലും ഗവൺമെൻറ് പിരിച്ചു കൊടുത്ത പൈസയ്ക്ക് ഇവിടെ വീട് പണി നടത്തുന്നുണ്ട് എന്ന് താങ്കൾ സമ്മതിച്ചല്ലോ, നല്ല കാര്യം. ഇന്നലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ പോയി. അദ്ദേഹത്തെ മാധ്യമങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തു, ചുമരിലെ വിള്ളലും കാണിച്ചു കൊടുത്തു. ഞാൻ കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ റൂഫിലെ വിള്ളലാണ് ഞങ്ങൾ എല്ലാവരും കണ്ടതെങ്കിൽ ചുമരിലെ വിള്ളൽ കൂടി മാധ്യമങ്ങൾ ഉൾപ്പെടെ കാണിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് തർക്കിക്കാൻ ന്യായമില്ലാതെ പറഞ്ഞ് പ്രയാസപ്പെടുന്ന കാഴ്ച കണ്ടു. പിന്നെ പറഞ്ഞു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ വന്നുപോയി, നാളെ മുതൽ ഡിവൈഎഫ്ഐക്കാരെ കാണുമ്പോൾ മുണ്ടഴിച്ചിട്ട് അവരെ ബഹുമാനിക്കണം എന്നുള്ളതാണ് പിന്നെ വസീഫ് ഇന്നലെ പറഞ്ഞൊരു നിർദ്ദേശം. എനിക്ക് വസീഫ് ഒരു കാര്യം വ്യക്തത വരുത്തി തന്നാൽ മതി. ഈ ഡിവൈഎഫ്ഐക്കാരെ കാണുമ്പോൾ ഏത് രീതിയിലാണ് ബഹുമാനിക്കേണ്ടത്? നരേന്ദ്രമോദിയെ കാണുമ്പോൾ പിണറായി വിജയൻ മുണ്ടഴിച്ചിട്ട് തല താഴെയിലടിക്കുന്ന രീതിയിൽ ബഹുമാനിക്കുന്ന രീതിയിൽ ഭവ്യതയോടുകൂടി ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കാൻ മാത്രം എന്ത് മേന്മയാണ് കേരളത്തിലെ ഡിവൈഎഫ്ഐക്ക് ഉള്ളത്? ആ ഒരു മേന്മ പറഞ്ഞു തരാം കേട്ടോ. ഒരുപക്ഷെ താങ്കൾക്കത് മനസ്സിലാവില്ല എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഈ അപകടം സംഭവിച്ച സമയത്ത് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന തീരുമാനിച്ചത് നമുക്കും കൊടുക്കണം. ആർക്ക്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്കും പണം കൊടുക്കണം. ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ചെയ്തത് നടക്കുകയോ പിരിക്കുകയോ വട്ടപ്പിരിവ് നടത്തുകയോ ഒന്നുമല്ല. അവർ ചെയ്തത് ഈ കേരളത്തിൽ എത്രത്തോളം യൂണിറ്റുകളുണ്ടോ ആ യൂണിറ്റുകളെല്ലാം സ്വന്തം നാട്ടിലെ പേപ്പറുകൾ ശേഖരിക്കണം. ഓരോ വീടാന്തരം നടന്ന് പേപ്പറുകൾ ശേഖരിക്കണം. സ്വന്തം വീട്ടിലും അയൽ വീട്ടിലുള്ള ആക്രി സാധനങ്ങൾ പെറുക്കണം. എന്നിട്ട് അത് കൊണ്ടുപോയി വിൽക്കണം. എന്നിട്ടും പൈസ തികഞ്ഞിട്ടില്ലെങ്കിൽ ചായ കച്ചവടവും അതുപോലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകൾ നടത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്? പണം പിരിക്കാൻ, പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. ആ പണം നമുക്ക് എന്ത് ചെയ്യാം? ഗവൺമെന്റിന് കൊടുക്കാം. അങ്ങനെ ഈ നാട്ടിലെ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ആ ഒരു സംഘടനയിലെ ചെറുപ്പക്കാർ മുഴുവൻ അഹോരാത്രം അധ്വാനിച്ച് പിരിക്കാതെ നടന്ന ആക്രിപെറുക്കി ഉണ്ടാക്കിയത് 20 കോടി രൂപയാണ്. ആ 20 കോടി രൂപ ഗവൺമെന്റിലേക്ക് അടച്ചിട്ടാണ് നമ്മുടെ ഡിവൈഎഫ് ഒക്കെ വർത്തമാനം പറയുന്നത്. അല്ലാതെ താങ്കളെപ്പോലെ 5 പൈസ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുകയും ഗവൺമെന്റ് വീട് കിട്ടില്ല, ഞങ്ങൾ വീട് തരാമെന്ന് പറഞ്ഞ് ആളുകളെ പിൻവലിക്കുകയും 15 ലക്ഷം വാങ്ങിച്ചു പോയിക്കോ അതാ നല്ലതെന്ന് പറഞ്ഞിട്ട് 130ഓളം കുടുംബങ്ങളെ പറ്റിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡിവൈഎഫ് പറയുന്നൊക്കെ അനുസരിച്ചാൽ അതിൽ വല്ല തെറ്റും നമുക്ക് പറയാൻ കഴിയുമോ? ഇവിടെ പറയുന്നുണ്ടല്ലോ, വയനാട് ജനങ്ങൾക്ക് വേണ്ടി 20 കോടി സമാഹരിച്ച ആളുകളാണ് ഞങ്ങളെന്ന്. ആ 20 കോടി സമാഹരിച്ച് 2025 മാർച്ച് മാസം കേരളത്തിന്റെ CMDRF അക്കൗണ്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ CMDRFന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയെന്ന് മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി പറഞ്ഞ്, എന്നിട്ട് എന്തായാലും ഇവർക്ക് കൈമാറിയെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഡിവൈഎഫ്ഐ ആ പണം കൈമാറിയിരുന്നു. ഇപ്പോഴും ചോദ്യം, നിങ്ങളുടെ പണത്തിന്റെ സോഴ്സ് ഒന്ന് പുറത്തു വിടുക എന്നുള്ളതാണ്. അങ്ങനെ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഉത്തരം ഇതാണെന്ന് നല്ല വിശാലമായ ഗ്രൗണ്ട്. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വന്നിട്ട് തറക്കല്ലിട്ടത്. പക്ഷെ ഇപ്പോ ആ കല്ല് പോലും കാണാനില്ല. ഇതാണ് ഇവരുടെ ഉത്തരം. ഇനി അതൊന്നും വേണ്ട. ഒരു മനുഷ്യർ പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: പേരിനൊരു കുഴി പോലും ഇല്ലാതെയാ ഭൂമി കാടുപിടിച്ച് കിടന്നിടുന്നു. വീടിന്റെ പണിയില്ല, അതുകൊണ്ടു വിള്ളലുമില്ല. രാഹുൽ ജിയിട്ടൊരു കല്ലോ തേങ്ങുന്നു. കല്ലിട്ടു പോയിട്ടും വീടൊന്നും കണ്ടില്ല.
ഈ മനുഷ്യന് പേരെനിക്കറിയില്ല, പക്ഷെ അടിപൊളി പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കട്ടെ. ബൈ.